ബീഹാർ അടക്കം 4 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ പറഞ്ഞതുപോലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പുറത്തേക്കിറങ്ങുകയാണ്. ഇനിയാണ് പൊടിപൂരം നടക്കാൻ പോകുന്നത്. ഈ വർഷം നടക്കാനിരിക്കുന്ന ബീഹാറും അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടത്തേണ്ടുന്ന കേരളം, തമിഴ്നാട്, ബംഗാൾ ഈ 3 സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഇവിടെ ആരാണ് അടുത്തത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഇവിടെ തോന്നിയതുപോലെ കേന്ദ്രത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കാനാവില്ല എന്ന് സുപ്രീം കോടതി ആണയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ മോദിക്ക് ഒറ്റയ്ക്ക് ഒന്നും തീരുമാനിക്കാൻ പറ്റില്ല. പകരം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്ന പാനലിൽ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയും ഉണ്ട്. കഴിഞ്ഞ തവണയാണ് കേന്ദ്ര മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്ന പാനലിൽ നിന്നും സുപ്രീം കോടതിയെ പുറംതള്ളിയത്. എന്നാൽ പിന്നീട് അങ്ങോട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ യാതൊരു വിശ്വാസ്യതയും ഇല്ലാതെ കാര്യങ്ങൾ നീങ്ങിയപ്പോൾ വീണ്ടും സുപ്രീം കോടതി വടിവാളെടുത്തിരിക്കുന്ന സാഹചര്യമാണ് ഉടലെടുത്തിരിക്കുന്നത്. അതുമാത്രവുമല്ല, മഹാരാഷ്ട്ര, ഹരിയാന തെരഞ്ഞെടുപ്പിലെ അട്ടിമറി വിഷയം സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കെയാണ് രാജീവ് കുമാറിന്റെ പടിയിറക്കം. കഴിഞ്ഞ തവണ പാർലമെന്റിലും പത്രസമ്മേളനവും വിളിച്ച് ഒരു ബിൽഡിംഗിൽ അതേ അഡ്രസ്സിൽ 7000 വോട്ടുകൾ ചേർത്തിയതിന്റെയും അങ്ങനെ 75 ലക്ഷം മഹാരാഷ്ട്രയിൽ അധികമായി രേഖപ്പെടുത്തിയ കണക്കും കൂടാതെ സുപ്രിയ സുലെയുടെ സാന്നിധ്യത്തിൽ 39 ലക്ഷം വോട്ട് വർദ്ധിച്ച കണക്കുമൊക്കെ രാഹുൽ പുറത്തുവിട്ടിരുന്നു. ഇതിനൊക്കെ സമാധാനം പറയേണ്ടത് വോട്ട് ചോർത്തിയ കേന്ദ്രവും ആ വോട്ടർ പട്ടിക പരിശോധിക്കാതെ തെരഞ്ഞെടുപ്പ് നടത്തിയ ഇലക്ഷൻ കമ്മീഷനുമാണ്. BJP അനുകൂല തീരുമാനങ്ങളുടെ പേരിൽ നിരന്തരം പഴികേട്ട മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറാണ് ഫെബ്രുവരി 18-ന് വിരമിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്നിവരുൾപ്പെടുന്ന ഉന്നത സമിതിയാണ് അടുത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ഇനി പ്രഖ്യാപിക്കുക. അതുകൊണ്ടാണ് മോദിക്ക് ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതും. ഉന്നത സമിതി യോഗം അടുത്ത ദിവസങ്ങളിൽ ചേർന്നേക്കും. സെർച്ച് കമ്മിറ്റി ഷോർട്ട് ലിസ്റ്റ് ചെയ്തവരിൽ നിന്നാണ് ഇലക്ഷൻ കമ്മീഷനെ തെരഞ്ഞെടുക്കുക. തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ പേരാണ് ഈ സ്ഥാനത്തേക്ക് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. രാജീവ് കുമാറിന് ശേഷം മുതിർന്ന തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. മുമ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരിൽ ഏറ്റവും മുതിർന്ന ആളെയാണ് ഇലക്ഷൻ കമ്മീഷനായി നിയമിച്ചിരുന്നത്. പുതുക്കിയ പ്രക്രിയ പ്രകാരം സെലക്ഷൻ പാനലിലുള്ള ഭൂരിപക്ഷ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിയമനങ്ങൾ നടത്തുന്നത്. 2022-ലാണ് രാജീവ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനായത്. തുടർന്ന് നിരവധി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം മേൽനോട്ടം വഹിച്ചിട്ടുണ്ട്. BJP പക്ഷപാതം കാണിക്കുന്നു എന്ന് പ്രതിപക്ഷം ഇദ്ദേഹത്തിനെതിരെ നിരന്തരം ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിനിടെ നിയമപ്രക്രിയയുമായി ബന്ധപ്പെട്ട നിരവധി പൊതുതാൽപര്യ ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട്. ഈ ഹർജികളിൽ ഫെബ്രുവരി 19-ന് വാദം കേൾക്കുമെന്ന് സുപ്രീം കോടതി അറിയിക്കുമ്പോൾ ഫെബ്രുവരി 18-നാണ് രാജീവ് കുമാർ വിരമിക്കുന്നത്.